നിസ്കാരത്തിൻ്റെ മുന്നോടിയായി ബാങ്കും ഇഖാമത്തും കൊടുക്കൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഖാമത്ത് മാത്രമാണ് സുന്നത്തുള്ളത്. സ്ത്രീകൾ പരസ്യമായി ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നു. നമ്മുടെ വീട്ടിലുള്ള കോഴി കണ്ടില്ലേ, പൂവൻ കോഴിയാണ് ഉച്ചത്തിൽ കൂവാറുള്ളത്. പിടക്കോഴി ചെറിയ ശബ്ദത്തിലാണ് മുട്ടയിടാൻ നേരത്ത് ഒച്ച വയ്ക്കാറുള്ളത്. എന്നതുപോലെ പുരുഷന്മാരുടെ ബാങ്ക് ഉച്ചത്തിൽ വിളിക്കണം. ബാങ്കിൻ്റെയും ഇഖാമത്ത്, നിസ്കാരത്തിൻ്റെ മുമ്പിൽ ബാങ്കും ഇഖാമത്തും വിളിക്കൽ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ ആരുണ്ട്, അഹ്സനു നല്ലവനായിട്ട്, ഖൗലൻ വാക്കിനാൽ, മിമ്മൻ ദആ ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത്? ഖുർആൻ ചോദിക്കുന്നു. വഅമില സ്വാലിഹൻ, എന്നിട്ട് അദ്ദേഹം സുഹൃതം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിസ്കാരം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ആ നിസ്കാരത്തിൽ അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട ആളാണ്. അതാണല്ലോ വജ്ഹത്തു നമ്മൾ പറയുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ എൻ്റെ മുഖം മുന്നിടുമ്പോൾ ശരീരം മൊത്തത്തിൽ മുന്നിടും, അതുകൊണ്ടാണ് മുഖത്തെ പരാമർശിച്ചത്. ഞാൻ എൻ്റെ മുഖത്തെ അള്ളാഹുവിനെ മുന്നിടിച്ചിരിക്കുകയാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവിന്. ഞാനൊരു മുസ്ലിമാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ആളല്ല. ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നിസ്കാരം, വനുസുക്കി, എൻ്റെ മറ്റ് ആരാധനകളും, എന്നു വേണ്ട, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകരക്ഷിതാവായ അല്ലാഹുവിനാവുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതിനേക്കാൾ നല്ലവൻ ആരാണുള്ളത്? ഖുർആൻ ചോദിക്കും. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. വഅമില സ്വാലിഹൻ, അവൻ പിന്നീട് സുഹൃതം ചെയ്യുന്നു, നിസ്കരിക്കുന്നു. വഖാല, അവൻ പ്രഖ്യാപിക്കുന്നു, ഇന്നനി മിനൽ മുസ്ലിമീൻ, നിശ്ചയം ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. അതാണ് ബാങ്കും ഇഖാമത്തും വിളിച്ചിട്ടുള്ള നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ലാ യസ്മഉ മുദാ സൗത്തിൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസുൻ വലാ ശൈഉൻ ഇല്ലാ ശഹിദ ലഹു യൗമൽ ഖിയാമ. ലാ യസ്മഉ മുദാ സൗത്തിൽ മുഅദ്ദിനി, മുഅദ്ദിനിന്റെ ശബ്ദവീജികളെ കേൾക്കുന്നില്ല. ജിന്നുൻ വലാ ഇൻസുൻ, ഒരു ജിന്നും കേൾക്കുന്നില്ല, ഒരു ഇൻസും കേൾക്കുന്നില്ല. വലാ ശൈഉൻ, എന്ന് വേണ്ട ലോകത്തുള്ള ഒരു വസ്തുവും കേൾക്കുന്നില്ല. ഇല്ലാ ശഹിദ ലഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവന് അനുകൂലമായി സാക്ഷി നിന്നിട്ടല്ലാതെ എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ ആ ശബ്ദബീജികൾ ലോകത്താരാണ് കേൾക്കുന്നത്? എത്ര വസ്തുക്കൾ കേൾക്കുന്നുണ്ട്, എത്ര ജിന്നുകൾ കേൾക്കുന്നുണ്ട്, എത്ര ഇൻസുകൾ കേൾക്കുന്നുണ്ട്. അവരെല്ലാം ആഖിറത്തിൽ അവന് സാക്ഷി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, എല്ലാ ജനങ്ങളും നാളെ മഹ്ശറയിൽ ഹിസാബ് നേരിടുമ്പോൾ കസ്തൂരിയുടെ കുന്നിൻ മുകളിൽ ആ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ കളിക്കുന്നുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് എന്ന് പറയുന്നത് ഒരു വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തേക്ക് ആദ്യമായി പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചവിട്ടിൽ ബാങ്കും
വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും വിളിക്കുന്നു. കാരണം അവനാദ്യമായിട്ട് കേൾക്കേണ്ട വാക്ക് അല്ലാഹ് എന്ന് പറയുന്ന വാക്കാണ്. ആ ബാങ്ക് കേൾക്കാൻ വേണ്ടി പള്ളിയിലെ മൊല്ലാക്ക വരട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കരുത്. അവിടെ ഉള്ളത് ആരാണ്? മുസ്ലിമായ ഒരു മനുഷ്യൻ ബാങ്ക് വിളിക്കുക. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. പെണ്ണിന് യഥാർത്ഥത്തിൽ ബാങ്കില്ല, പക്ഷേ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെവിട്ടിലുള്ള ബാങ്ക് പെണ്ണിനും വിളിക്കാം. ആ പെണ്ണിന് ഇജാബത്ത് ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കൽ സുന്നത്തില്ല. അപ്പൊ പ്രസവിക്കപ്പെട്ട കുട്ടി ഒരാണ് വരട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് വരട്ടെ, ഉസ്താദ് വരട്ടെ, മൊയ്ലിയാർ വരട്ടെ, തങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കരുത്. പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ ആദ്യമായി മറ്റ് ശബ്ദ കോലാഹലങ്ങൾ അവന്റെ ചെവിയിൽ കേൾക്കുന്നതിന് മുമ്പ് ബാങ്ക് വിളിയാണ് കേൾക്കേണ്ടത്. وقال من أذن 7 سنين محتسبا كتب له براءة من النار. 7 വർഷക്കാലം അള്ളാഹുവിന്റെ പൊരുത്തം മോഹിച്ചുകൊണ്ട് ഒരാൾ ബാങ്ക് വിളിച്ചാൽ അവന് നരകത്തെ തൊട്ടുള്ള ബറാഅത്ത്, നരകത്തെ തൊട്ടുള്ള മോചനപത്രം എഴുതപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം